ഫ്ലവേഴ്സ് 1 കോടി ബിഗ് ഇംപാക്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപത്തുക തിരിച്ചു കിട്ടാൻ ദയാവധത്തിന് അനുമതി തേടിയ ജോഷി ആന്റണിക്ക് ആശ്വാസം. ജോഷിയുടെ പേരിലുള്ള 28 ലക്ഷം രൂപയുടെ ചെക്ക് ബാങ്ക് കൈമാറി. കുടുംബാംഗങ്ങളുടെ പേരിലുള്ള പണം മടക്കി നൽകുന്നത് സംബന്ധിച്ച തീരുമാനം ഇന്ന് ബാങ്ക് അധികൃതർ അറിയിക്കും. നിക്ഷേപത്തുക മടക്കി കിട്ടാനുള്ള ഇടപെടലിൽ 24-നും ഫ്ലവേഴ്സിനും നന്ദി പറഞ്ഞു ജോഷി ആന്റണി. എൻ്റെ പേരിലുള്ള പൈസ അവർ പലിശയും കൂടി കണക്കാക്കിയിട്ട് ഇന്ന് വരെയുള്ളത് ചെക്ക് തന്നു. മറ്റേത് വൈഫിൻ്റെ മറ്റവരുടെയൊക്കെ പേരിലുള്ളത് നാളെ നോക്കിയിട്ട് കൂടി ആലോചിച്ചിട്ട് ഡേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ തരാൻ പോണേന്ന്. വലിയ ഉപകാരം സാർ ഇടപെട്ടതിൽ. വലിയ കാര്യമായി ഇത് വെച്ചാൽ അത്രയും കടക്കണിയിലായിരുന്നു. അതുമൊന്ന് കുറേ റിലീസായി കിട്ടും. സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ഇന്നലെയും ജോഷി കുത്തിയിരിപ്പ് സമരത്തിലേക്ക് പോയിരുന്നു. ഇതേ തുടർന്നാണോ നടപടികൾ വേഗത്തിലായത്? വേണു, ഈ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകും എന്നൊരു ഭീഷണി നേരത്തെ തന്നെ ഇദ്ദേഹം പറഞ്ഞിരുന്നതാണ്. കാരണം 2 തവണ ട്യൂമർ അടക്കം ബാധിച്ച് 20 തവണ ശസ്ത്രക്രിയക്ക് വിധേയനായ വ്യക്തിയാണ് ജോഷി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ജീവിതം പോയ പശ്ചാത്തലത്തിൽ തനിക്ക് ഈ ദിനത്തിൽ, അതായത് ഇന്നലെ ദയാവധം അനുവദിക്കണമെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും നേരത്തെ കത്തയച്ചിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ ഇദ്ദേഹം ഈ വലിയ പ്രതിഷേധം ബാങ്കിലെത്തി നടത്തുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് 1 കോടിയിൽ വന്ന ഇദ്ദേഹത്തിന്റെ ജീവിതകഥ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് മന്ത്രി VN വാസവന്റെ ഇടപെടലുണ്ടായി. ആ ഇടപെടലിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് 28 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്നലെ നൽകിയിരിക്കുന്നത്. ആദ്യം 23 ലക്ഷം രൂപ നൽകാൻ മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനിച്ചിരുന്നെങ്കിലും ജോഷി പക്ഷെ പലിശ സഹിതം 28 ലക്ഷം രൂപ തരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഇന്നലെ ഇദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിന് മുന്നിൽ വഴങ്ങി 28 ലക്ഷം രൂപയുടെ ചെക്ക് നൽകി. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെ 80 ലക്ഷത്തോളം രൂപയാണ് ജോഷിക്ക് നൽകാനുള്ളത്. ആ തുകയും 3 മാസത്തിനുള്ളിൽ മടക്കി നൽകും എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇത് ഏത് ദിവസം നൽകാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഇന്ന് കൈക്കൊണ്ടതിന് ശേഷം രേഖാമൂലം അത് ജോഷിയെ അറിയിക്കും എന്നുള്ളതാണ് നിലവിൽ ബാങ്ക് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വേണം. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.